ഹലോ, നമുക്ക് ഈ സാരിയുടെ മുന്താണി ഒന്ന് കെട്ടിയാലോ? പട്ടുസാരി ഒന്നുമല്ല, സാധാ നമ്മൾ 5.5 മീറ്റർ മെറ്റീരിയൽ മുറിച്ച് മേടിച്ച് സാരിയാക്കുന്നതാണ്. ഒരു യൂണിഫോം സാരിയാണിത്. ശരിക്കും പറഞ്ഞാൽ തുമ്പൊന്ന് കെട്ടിയാൽ നമ്മളൊരു വെറൈറ്റി ആവുമല്ലോ യൂണിഫോമിൽ പോലും. അപ്പോൾ ഇങ്ങനെ യൂണിഫോമുകൾക്കൊക്കെ നമുക്ക് വേണമെങ്കിലും ഈ വെറൈറ്റി കൊണ്ടുവരാവുന്നതാണ്, ഇങ്ങനെ തുമ്പൊക്കെ കെട്ടിയാൽ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ നൂലുകൾ ഞാൻ ഓരോ നൂലുകളോ അല്ല 2 നൂല് അതിൽ കൂടുതൽ എടുക്കാറില്ല, ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ തുമ്പ് വെട്ടിയേക്കുന്ന അത്ര ലെവലല്ലാത്തത് കൊണ്ട് ഈ ഭാഗത്തൊരു ഇച്ചിരി കൂടുതലുണ്ട്. അതുകൊണ്ട് ആദ്യമൊന്നും ഫുള്ള് വലിക്കാൻ വരുന്നില്ലായിരുന്നു. ഇപ്പം വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത് ബോർഡറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ വേഗം തന്നെ നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ്. ഇതേപോലെ 1 അല്ല 2, അതിൽ കൂടുതൽ എടുക്കൽ 3 എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഉടക്കും നൂല്. അതുകൊണ്ട് 1 2 നൂലുകൾ തന്നെ ഇങ്ങനെ എടുത്ത് വലിച്ച് ഇങ്ങനെ നമ്മൾ നൂല് ആദ്യം നീളത്തിൽ താഴേക്ക് ആക്കി എടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ 3 കെട്ടുകൾ കെട്ടുന്നതുകൊണ്ട് ഒരു 7 ഇഞ്ചോളം നമുക്ക് നൂല് ഇതേപോലെ വലിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 7 ഇഞ്ചോളം ഇവിടെ നൂല് വലിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടാൻ തുടങ്ങാം. നമ്മൾ ആദ്യം ഒരു ലൈൻ കെട്ടിയതിന് ശേഷം 2ാമത്തെ ലൈൻ, അങ്ങനെ പിന്നെ ലാസ്റ്റാണ് 3ാമത്തെ ലൈൻ കെട്ടുന്നത്. ആദ്യത്തെ ലൈൻ കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കെട്ടാനൊരു നിശ്ചിത അളവ് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് അത് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് പിരിച്ചതിന് ശേഷം നമ്മുടെ മുന്താണിയോട് കയറ്റിയാണ് ആദ്യമത്തെ കെട്ട് ഇതേപോലെ കെട്ടുന്നത്. അതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ, കണ്ടോ? ഇങ്ങനെ ഒരു ഒത്തിരി കട്ടയ്ക്കെടുക്കാതെ ഒരു കുറച്ച് ഭാഗം ഇതേപോലെ എടുക്കുന്നു, നല്ലതായിട്ട് ഇതേപോലെ പിരിച്ചതിന് ശേഷം നമ്മൾ സാധാ ചുറ്റി കെട്ടുന്ന പോലെ ചുറ്റി ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റി വലിച്ച് കെട്ട് മുന്താണിയോട് ചേർത്ത് വയ്ക്കുകയാണ്. കാരണം 2 കെട്ടൂടെ ഇനി വരാനുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ 3ാമതും ഇങ്ങനെ കെട്ടുന്നു. അങ്ങനെ നമ്മൾ ഈ മുന്താണി ഫുള്ള് ആദ്യമത്തെ കെട്ട് ഒന്ന് കെട്ടി തീർക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യമത്തെ കെട്ട് ഫുള്ള് കെട്ടി തീർത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ 2ാമത്തെ കെട്ട് തുടങ്ങാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യത്തേതിൻ്റെ ഈ താഴേക്കുള്ള നൂലിൻ്റെ നേർപകുതിയായിട്ട് ഇങ്ങനെ എടുക്കുക. അടുത്ത കെട്ടിയേക്കുന്നതിൻ്റെ അടുത്തതിൻ്റെ നേർപകുതി എടുക്കുക. ഈ ഇങ്ങനെയുള്ള നേർപകുതികൾ തമ്മിൽ ചേർത്ത് പിടിച്ച് ഇതേപോലെ ഇങ്ങനെ പിരിച്ച് അവിടെയാണ് ഇനി കെട്ടാൻ പോകുന്നത്. അതും ഇങ്ങനെ താഴേക്കല്ല, കയറ്റി കെട്ടണം. ഇനി ഒരു കെട്ടൂടെ വരാനുള്ളത് കൊണ്ടാണ് ഇതേപോലെ കയറ്റി കെട്ടുക. കണ്ടില്ലേ? അങ്ങനൊന്നും കെട്ടി അതൊന്ന് മുറുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹാഫ് മിച്ചം കിടപ്പുണ്ട്, അതിൻ്റെ നടുക്ക് വെച്ച് ഇതേപോലെ ഒന്ന് വെറുതെ ഒന്ന് കെട്ടിവിടുക. ഇനിയിപ്പോൾ നമ്മൾ 2ാമത്തേൻ്റെ എടുത്തതിൻ്റെ ബാലൻസ് ഹാഫും ഇനി തൊട്ടടുത്തതിൻ്റെ ഹാഫും കൂടെ ഇങ്ങനെ എടുക്കുക. ആ പകുതികൾ തമ്മിൽ ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവിടം കെട്ടുക. അതും ഇതുപോലെ കെട്ടുമ്പോൾ മുകളിലേക്ക് കയറ്റി വേണം കെട്ടാൻ. ഇപ്പം മനസ്സിലാകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ ആദ്യം കെട്ടിയേക്കുന്ന പോലെ തന്നെയാണ് കെട്ടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ 2ഇടത്തെ ഹാഫുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ കെട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2ാമത്തെ കെട്ട് നമുക്ക് ഈ ഫുള്ള് മുന്താണിയിലും ഒന്ന് ചെയ്തിട്ട് ഇനി അടുത്തത് നോക്കാം. അപ്പോൾ നമ്മൾ 2ാമത്തെ കെട്ടും കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൊണ്ട് വേണമെങ്കിൽ നിർത്താം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും നൂല് വലിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 ഇഞ്ച് നൂല് വലിച്ചുകൊണ്ട് 2 കെട്ട് കെട്ടി വേണമെങ്കിലും നിർത്താം. ഇപ്പോൾ നമ്മളിവിടെ 3ാമത്തെ കെട്ട് തുടങ്ങാൻ പോവുകയാണ്. 3ാമത്തെ കെട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒരു വിട്ടിരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗവും നമ്മൾ തൊട്ടടുത്തതിൻ്റെ ഹാഫും എടുത്താണ് കെട്ടുന്നത്. പിന്നെ അടുത്തതിൻ്റെ വിട്ടിരിക്കുന്ന ഹാഫും നമ്മൾ 2ാമത്തെ കെട്ട് കെട്ടിയല്ലോ, ഹാഫുകൾ തൊട്ടടുത്തുള്ള ഹാഫുകൾ അതേപോലെ തന്നെയാണ് ഈ 3ാമത്തേതും കെട്ടുന്നത്. നമ്മൾ ഒരുമിച്ച് കിടക്കുന്നതിൽ നിന്ന് 2ആയിട്ട് പകുതി ഡിവൈഡ് ചെയ്ത് അടുത്ത തമ്മിൽ കൂട്ടി കെട്ടുകയാണ്. അടുത്തടുത്ത് കിടക്കുന്ന ഹാഫുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി കെട്ടിയാണ് 3ാമത്തെ കെട്ട്. കണ്ടില്ലേ? ഇനിയിൽ ഇത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ നമ്മൾ 3ാമത്തെ കെട്ട് കെട്ടുന്നു. ഈ 3 കെട്ട് കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ മുഴുവൻ കെട്ടിയെടുക്കാം. നമ്മൾ ഒരു കെട്ടേ കെട്ടുന്നുള്ളെങ്കിൽ ഒരു 3 ഇഞ്ചൊക്കെ നമുക്ക് ഇങ്ങനെ നൂല് വലിക്കേണ്ട ആവശ്യമുള്ളൂ. 2 കെട്ടാണെങ്കിൽ ഒരു 5 ഇഞ്ചൊക്കെ. ഈ 3 കെട്ട് കെട്ടുന്നതിനാണ് നമ്മൾ ഈ 7 ഇഞ്ചോളം ഇങ്ങോട്ട് നൂല് വലിച്ചെടുക്കുന്നത്. 7 ഇഞ്ച് എടുക്കണമെന്നില്ല, 6 എടുത്താലും മതി. പക്ഷേ നമുക്ക് 7 ഇഞ്ചോളം ഉണ്ടെങ്കിലാണ്
നമുക്ക് ഈ കെട്ടാനുള്ള ഒരു സൗകര്യം വരുന്നത്. അഥവാ നമുക്ക് ഈ താഴേക്ക് ഇത്രയും നീളത്തിൽ താഴെ ഇനി കിടക്കേണ്ട, കുറച്ച് നീളം മതി എന്നുണ്ടെങ്കിൽ ഓരോന്നും എടുത്ത് ഒരേ ലെവലിലൊന്ന് കട്ട് ചെയ്ത് വിട്ടാലും മതി. പക്ഷെ നമുക്ക് കെട്ടുമ്പോൾ സൗകര്യം ഒരു 7 ഇഞ്ചോളം നീളത്തിൽ എടുക്കുകയാണെങ്കിൽ അതാണ്. അപ്പം പട്ടുസാരി ഒന്നും വേണമെന്നില്ല, നമ്മളിങ്ങനെ കെട്ടി കഴിയുമ്പോൾ ആ സാരിയുടെ ലുക്കൊന്ന് മാറുന്നതാണ്. അപ്പം നമ്മളിവിടെ സാരി ഫുള്ള് ചെയ്ത് തീർന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ഇതേവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.